പാലക്കാട്ടെ നീല ട്രോളി ബാഗിലെ കള്ളപ്പണ ആരോപണത്തിൽ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ സി മലയാളം ന്യൂസിനോട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ എന്തും പറഞ്ഞ് അപഹസിക്കുന്ന നിലയാണുള്ളത്. 23-ന് ശേഷം പാലക്കാട്ടെ CPM-ൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അതെ. ഇന്ന് ഞായറാഴ്ചയാണ്. പരമാവധി ആളുകളെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥന നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിലേക്ക് എല്ലാ ആളുകളുള്ള എത്തപ്പെടുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്ക് എത്താനാണ് തീരുമാനം. സമയം നീട്ടിക്കിട്ടിയത് ടെൻഷനുണ്ടോ? അതോ സമയം നീട്ടിക്കിട്ടിയതിനകത്ത് പ്രത്യേകിച്ച് ജനങ്ങളെ ദ്രോഹിക്കാത്ത ഒരാളെന്ന നിലയിൽ എനിക്കൊരു ടെൻഷനുണ്ട്. ജനങ്ങളെ അത്രയും കാണാൻ പറ്റിയല്ലേ. ജനങ്ങളെ ദ്രോഹിച്ചവർക്ക് ടെൻഷൻ ഉണ്ടാകും. കാരണം അവരുടെ അടുത്തേക്ക് പിന്നെയും ചെല്ലേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അവർക്കൊക്കെ ഉണ്ടാവും. ഈ പെട്ടി വിവാദം പൂർണ്ണമായിട്ടും അവസാനിച്ചോ? ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഞാനത് മാനനഷ്ട കേസ് അടക്കമുള്ള നിയമപോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സ്ഥാനാർത്ഥിയെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുക, എന്തും പറയുക, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ്, എന്തും പറയുക എന്ന് പറയുന്ന ആ സംസ്കാരം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയും പോകും. അതുപോലെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഈ കേസിൻ്റെ പ്രവർത്തകരെ അടക്കം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ തുടരന്വേഷണം ഇവർക്കൊരു CPM നേതാക്കന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി നേതാക്കന്മാർക്ക് രണ്ടായിട്ട് തന്നെ പറയുന്നത്. എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരല്ല. ഇവർക്കൊരു പ്രത്യേകതരം കാഴ്ചയാണ്. ഇപ്പം നീലപ്പെട്ടിക്കകത്ത് തുണിയാണെങ്കിൽ അവർ പണമായി കാണും. പക്ഷേ ഗൺമാൻ തലക്കടിച്ചു പൊട്ടിച്ചാൽ കാണില്ല. നിയമസഭയിൽ ശ്രീ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ സംഹാരതാണ്ഡവം ആടിക്കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ അങ്ങനൊരു പ്രത്യേകതരമായ കാഴ്ച പ്രശ്നമുള്ളതുകൊണ്ട് ആ കാഴ്ചാരോഗത്തിനുള്ള ചികിത്സ 23-ാം തീയതി പാലക്കാടും ചേലക്കരയും വയനാട്ടിലൂടെയും കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകും. 25-ൽ നൽകും, 26-ൽ നൽകും. കെ മുരളീധരൻ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തില്ല എന്ന തരത്തിലുള്ള ചില വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ടെന്ന്. കാരണം അദ്ദേഹം എനിക്ക് കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പോയി കണ്ട ആളുകളിൽ ഒരാൾ അദ്ദേഹമാണ്. ആദ്യം വിളിച്ച നേതാക്കന്മാരിൽ ഒരാൾ അദ്ദേഹമാണ്. നല്ല അഡ്വൈസുകൾ തരുന്നൊരു നേതാവാണ്. ഞങ്ങൾ തമ്മിലൊരു പേഴ്സണൽ റാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കൊട്ടിക്കലാശത്തിൻ്റെ തലേ ദിവസം കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പഴയ സ്കെഡ്യൂൾ പ്രകാരം നമ്മൾ അങ്ങനെ പോയത്. അപ്പം അനാവശ്യമായ വിവാദം ഉണ്ടാക്കി. ഇപ്പോൾ വിവാദങ്ങളെല്ലാം ചുരുളഴിഞ്ഞ് ഇതൊന്നും കാര്യമില്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. EP ദിവ്യയുടെ പേര് പറഞ്ഞാൽ വോട്ട് തേടാൻ ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. പുള്ളിയാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇവിടുത്തെ ഒരു കോടതി എന്ന് പറയുന്നത്. അതുപോലെ NN കൃഷ്ണദാസിനെ തിരുത്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ പാലക്കാട് CPM-ൽ തിരുത്തപ്പെടുന്നില്ലല്ലോ. NN കൃഷ്ണദാസിനെ തിരുത്തി കൃഷ്ണദാസ് തിരുത്തപ്പെടുന്നില്ലല്ലോ. കൃഷ്ണദാസ് പിന്നെയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പാലക്കാട്ടെ 23-ാം തീയതി കഴിഞ്ഞാൽ CPM-നകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. എഴുതിയിട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്യുന്നത്. ഇന്നത്തെ പ്രചരണ പരിപാടികളുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയുമാണ്. പാലക്കാട് നിന്ന് ക്യാമറാമാൻ വിഷ്ണു പാലക്കാടിനൊപ്പം അഭിജിത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.